നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തെർമൽ എഞ്ചിനീയറിംഗിലെ 4th മൊഡ്യൂളിലെ ഫ്യൂവൽസ് ആൻഡ് ഫ്യൂവൽ പ്രോപ്പർട്ടീസ് എന്ന ടോപ്പിക്കാണ്. ഇമ്പോർട്ടൻറ്റ് ഫ്യൂവൽ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ, ഫ്ലാഷ് പോയിൻറ്റ്. ഫ്ലാഷ് പോയിൻറ്റിൻ്റെ ഡെഫിനിഷൻ ആദ്യം നോക്കാം. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പേഴ്സ് ഓഫ് ദി ഫ്യൂവൽ ഫ്ലാഷ് വെൻ സബ്ജക്റ്റഡ് ടു എൻ ഓപ്പൺ ഫ്ലെയിം ഈസ് നോൺ ആസ് ഫ്ലാഷ് പോയിൻറ്റ് ഓഫ് ദി ഫ്യൂവൽ. മീൻസ് ഫ്ലാഷ് പോയിൻറ്റ്, ഫയർ പോയിൻ്റ് ഒക്കെ പറയുന്ന പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുന്നത് ഫ്ലാഷ് ആൻഡ് ഫയർ പോയിൻറ്റ് അപ്പാരറ്റസ് വെച്ചിട്ടാണ്. അതിൽ ഫ്ലാഷ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഫ്യൂവൽ ആ അപ്പാരറ്റസിലെടുത്തിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ലിക്വിഡ് ഫ്യൂവൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വേപ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ വേപ്പേഴ്സിൻ്റെ അടുത്തേക്ക് ഒരു ഫ്ലെയിം കൊണ്ടുവരുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഫ്ലാഷ് സീൻ ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഏത് ടെമ്പറേച്ചറിലാണോ ആ ഫ്ലാഷ് സീൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതിനാണ് ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും കണ്ടിന്യൂസ് ബേണിങ് കാണാൻ വേണ്ടി പറ്റൂല. ആ വേപ്പേഴ്സിൻ്റെ അടുക്ക ഒരു ഫ്ലെയിം കൊണ്ടുവരുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഫ്ലാഷ് മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് കറസ്പോണ്ടിങ് ടെമ്പറേച്ചറാണ് ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിൻ്റ് നോക്കാം. ഫ്ലാഷ് പോയിൻ്റ് ഈസ് ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ഫ്യൂവൽ ഗിവ്സ് ഓഫ് സഫിഷ്യൻറ്റ് വേപ്പർ വെൻ ഹീറ്റഡ്. ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു ഇഗ്നൈറ്റ് ഫോർ എ മൊമെൻറ്റ് ബട്ട് നോട്ട് ലാസ്റ്റ് മോർ ദാൻ ഫ്യൂ സെക്കൻഡ്സ്. അതായത് ഫ്യൂവൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വേപ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ വേപ്പേഴ്സിലേക്ക് ഒരു ഫ്ലെയിം കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു ഫ്ലാഷ് മാത്രം കാണാൻ വേണ്ടി പറ്റും. അതാണ് ഫ്ലാഷ് പോയിൻ്റ്. അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ അത് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ടെമ്പറേച്ചർ റിക്വയർമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലാഷ് പോയിൻ്റ് ഉപയോഗിക്കുന്നത്. മീൻസ് ആ ഫ്യൂവൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സ്റ്റോറേജ് കണ്ടീഷനിലോ ഒരിക്കലും അതിൻ്റെ ടെമ്പറേച്ചർ എവിടെ എത്താൻ വേണ്ടി പാടില്ല, ഫ്ലാഷ് പോയിൻറ്റിൽ എത്താൻ വേണ്ടി പാടില്ല. ഫ്യൂവലിൻ്റെ ഫ്ലാഷ് പോയിൻറ്റ് ഒരു 110 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെങ്കിൽ സ്റ്റോറേജോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനോ ഒരിക്കലും ആ ടെമ്പറേച്ചർ എത്താൻ വേണ്ടി പാടില്ല. അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഫ്ലാഷ് പോയിൻ്റ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് വൺ, ഫയർ പോയിൻറ്റ്. Fire point of a fuel is the lowest temperature at which vapors of fuel continue to burn for at least 5 seconds after ignition by an open flame. ഫയർ പോയിൻറ്റും ഫ്ലാഷ് പോയിൻറ്റും തമ്മിൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഫയർ പോയിൻറ്റിൽ എന്താണ്, ഫ്യൂവൽ മിനിമം ഒരു 5 സെക്കൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ബേൺ ചെയ്യുന്ന കാണാൻ വേണ്ടി പറ്റും. പ്രൊസീജിയർ സെയിം ആണ്. ഫ്യൂവൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന വേപ്പേഴ്സിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യണം, ഒരു ഓപ്പൺ ഫ്ലെയിം കൊണ്ടുവരണം. ആ ഫ്ലെയിം കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യും, അറ്റ്ലീസ്റ്റ് ഒരു 5 സെക്കൻഡ് ബേണിങ് കാണാൻ വേണ്ടി പറ്റും. ആ ടെമ്പറേച്ചറാണ് ഫയർ പോയിൻ്റ് എന്ന് പറയുന്നത്. നോർമലി ഫയർ പോയിൻ്റ് എന്ന് വെച്ചാൽ 10 to 11 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഹയർ ദാൻ ഫ്ലാഷ് പോയിൻ്റ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഫ്ലാഷ് പോയിൻറ്റിൻ്റെ ഫയർ പോയിൻറ്റ് മെയിൻ യൂസ് എന്ന് പറയുന്നത് ഫ്യൂവലിൻ്റെ വോളറ്റിലിറ്റി ആൻഡ് ഫയർ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഫ്യൂവൽ ആണെങ്കിൽ ഫ്ലാഷ് പോയിൻറ്റും ഫയർ പോയിൻറ്റും ഒക്കെ ലോവർ വാല്യൂ ആയിരിക്കും. അതേപോലെ ഫയർ പോയിൻ്റൊക്കെ ഹൈ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ദ ഫ്യൂവലിന് ഫയർ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ലാസ്റ്റ് പോയിൻ്റ്, ഇഫ് ദ ഫയർ പോയിൻ്റ് ഈസ് ലോ ദെൻ ദ ഫ്യൂവൽ വിൽ ബി ഹൈലി ഫ്ലെമബിൾ. ഓക്കെ, ഹയർ ഫയർ പോയിൻ്റ് ഫ്യൂവൽ എന്തായിരിക്കും, ഹൈലി ഇൻഫ്ലെമബിൾ ആയിരിക്കില്ല ഫയർ പോയിൻ്റ് ഹയർ ആണെങ്കിൽ. അടുത്ത പ്രോപ്പർട്ടി കലോറിഫിക് വാല്യൂ അല്ലെങ്കിൽ ഹീറ്റിംഗ് വാല്യൂ. അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. കലോറിഫിക് വാല്യൂ ഓഫ് ഫ്യൂവൽ ഈസ് ദി തെർമൽ എനർജി റിലീസ്ഡ് പെർ യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവൽ വെൻ ഫ്യൂവൽ ഈസ് ബേൺഡ് കംപ്ലീറ്റ്ലി അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. മീൻസ് യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത് റിലീസ് എത്രത്തോളം തെർമൽ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്, അല്ല കംപ്ലീറ്റ് കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് എത്രത്തോളം തെർമൽ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്, അതാണ് കലോറിഫിക് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കലോറിഫിക് വാല്യൂ ഓഫ് പെട്രോൾ അറൗണ്ട് 44,000 കിലോ ജൂൾ പെർ കിലോഗ്രാം. അതിൻ്റെ മീനിങ് എന്താണ്, 1 കിലോഗ്രാം പെട്രോൾ ബേൺ ചെയ്യുന്ന സമയത്ത് 44,000 കിലോ ജൂൾ തെർമൽ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അതാണ് കലോറിഫിക് വാല്യൂ എന്ന് വെച്ചാൽ. നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്ന് വെച്ചാൽ ഹൈഡ്രോ കാർബൺ ഫ്യൂവലാണ്. ഹൈഡ്രോ കാർബൺ ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൻ പ്രൊഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ്. ഓക്കെ, ആ വാട്ടർ ഒന്നിക്കൽ വേപ്പർ സ്റ്റേറ്റിലായിരിക്കും അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും കമ്പസ്റ്റൻ പ്രൊഡക്റ്റിൽ ഉണ്ടാവുക. അതിനെ ബേസ് ചെയ്തിട്ട് ഹീറ്റിംഗ് വാല്യൂ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ലോവർ ഹീറ്റിംഗ് വാല്യൂ, രണ്ടാമത്തത് ഹയർ ഹീറ്റിംഗ് വാല്യൂ. ലോവർ ഹീറ്റിംഗ് വാല്യൂ എന്ന് വെച്ചാൽ പ്രൊഡക്റ്റിൽ വാട്ടർ വേപ്പർ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതിനെ ഹീറ്റിംഗ് വാല്യൂവിനെ പറയുന്ന പേര് ലോവർ ഹീറ്റിംഗ് വാല്യൂ എന്ന് പറയും. ഇനി ആ വേപ്പർ സ്റ്റേറ്റിലില്ലേ വാട്ടർ
അത് കണ്ടൻസ് ചെയ്യുന്ന സമയത്ത് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ് ചെയ്യും. ആ ഹീറ്റും കൂടെ കമ്പസ്റ്റൻ സമയത്ത് നടക്കുന്ന തെർമൽ എനർജി ആയിട്ട് ആഡ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുന്ന വാല്യൂ ആണ് ഹയർ ഹീറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത്. മീൻസ് നമ്മൾ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻ ഉണ്ടാവുക ഹയർ ഹീറ്റിംഗ് വാല്യൂവിൽ. രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഹയർ ഹീറ്റിംഗ് വാല്യൂ ഈസ് ഈക്വൽ ടു ലോവർ ഹീറ്റിംഗ് വാല്യൂ പ്ലസ് മാസ് ഓഫ് വാട്ടർ ഇൻറ്റു എൻതാൾപ്പി ഓഫ് വേപ്പറൈസേഷൻ. അതായത് ലോവർ ഹീറ്റിംഗ് വാല്യൂവിനോട് ആര് ആഡ് ചെയ്താൽ മതി? ആ വാട്ടർ കണ്ടൻസ് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന ടോട്ടൽ ഹീറ്റ് എനർജി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഹയർ ഹീറ്റിംഗ് വാല്യൂ കിട്ടും. അടുത്ത ഫോർത്ത് വൺ, വോളറ്റിലിറ്റി. വോളറ്റിലിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ എബിലിറ്റി ഓഫ് എ ലിക്വിഡ് ടു ചേഞ്ച് ടു വേപ്പർ. അതാണ് അതിൻ്റെ വോളറ്റിലിറ്റി. ഹൈലി വോളറ്റൈൽ ഫ്യൂൽ എന്ന് വെച്ചാൽ അതെന്താണ്? പെട്ടെന്ന് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് എങ്ങോട്ട് ചേഞ്ച് ചെയ്യും? വേപ്പർ സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ. വോളറ്റിലിറ്റി മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് എൻജിൻ സ്റ്റാർട്ടിങ്, വാമപ്പ്, ഫ്യൂൽ ഡിസ്ട്രിബ്യൂഷൻ, എൻജിൻ പെർഫോമൻസ് ഒക്കെയാണ്. മീൻസ് നമ്മളെ എൻജിനിൽ ഉപയോഗിക്കുന്നത് ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഫ്യൂൽ ആണെങ്കിൽ എൻജിനൊക്കെ കോൾഡ് കണ്ടീഷനിൽ നിന്ന് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതേമാതിരി അതിൻ്റെ വാമപ്പ് പീരീഡ് എന്തായിരിക്കും? കുറവായിരിക്കും. ഫ്യൂൽ ഡിസ്ട്രിബ്യൂഷൻ, ഈവൺ ആയിട്ടുള്ള ഫ്യൂൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പസ്റ്റിംഗ് ചേമ്പറിലൊക്കെ ഉണ്ടാവും. അതേപോലെ ബെറ്റർ എൻജിൻ പെർഫോമൻസും കിട്ടും. അടുത്ത പ്രോപ്പർട്ടി കാർബൺ റെസിഡ്യൂ. കാർബൺ റെസിഡ്യൂ ഓഫ് എ ഫ്യൂൽ ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് കാർബൺ ഡെപ്പോസിങ് ടെൻഡൻസിറ്റി ഓഫ് എ ഫ്യൂൽ. അതായത് നമ്മളെ കമ്പസ്റ്റിംഗ് ചേമ്പറിലൊക്കെ കാർബൺ ഡെപ്പോസിറ്റ് ഫോം ചെയ്യാനുള്ള ഒരു ഫ്യൂലിനുള്ള ടെൻഡൻസി, അതിൻ്റെ ഒരു മെഷറാണ് കാർബൺ റെസിഡ്യൂ എന്ന് പറയുന്നത്. അതായത് കാർബൺ റെസിഡ്യൂ ഹൈ വാല്യൂ എന്ന് വെച്ചാൽ കാർബൺ ഡെപ്പോസിറ്റ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അതൊരു അൺഡിസൈറബിൾ പ്രോപ്പർട്ടിയാണ്. കാർബൺ റെസിഡ്യൂവിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ഒരു ഫ്യൂവലിന് ലോ വാല്യൂ ആയിരിക്കണം. ഓക്കെ. അതിൻ്റെ ഡെഫിനേഷൻ, കാർബൺ റെസിഡ്യൂ ഓഫ് എ ഫോസിൽ ഫ്യൂൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ടെൻഡൻസി ഓഫ് ദാറ്റ് ഫ്യൂൽ ടു ഫോം കാർബൺ ഡെപ്പോസിറ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇൻ ആൻ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ. ഓക്കെ. കാർബൺ ഡെപ്പോസിറ്റ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി അതെന്തായിരിക്കണം? ലോ വാല്യൂ ആയിരിക്കണം. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്യൂവൽസ് ഫോർ SI എൻജിൻ എന്ന ടോപ്പിക്കാണ്. സ്പാർക്ക് ഇഗ്നീഷൻ എൻജിനിൽ ഉപയോഗിക്കുന്ന ഫ്യൂൽ. ഓക്കെ. അതിൽ SI എൻജിനിൽ ഉപയോഗിക്കുന്ന ഫ്യൂല് ഗ്യാസോലിനാണ്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫ്യൂല് ഗ്യാസോലിനാണ്. ഓക്കെ. അതിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ടാവും. അതിൻ്റെ മെയിനായിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് പാരഫിൻസ്, ഒലിഫീൻസ്, നാഫ്തീൻസ് ആൻഡ് ആരോമാറ്റിക്സ്. ഇതിൻ്റെയൊക്കെ റിലേറ്റീവ് പെർസെൻറ്റേജ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻറ്റ് ഓഫ് റിഫൈനിങ് ആണ്. അതേമാതിരി ഗ്യാസോലിൻ ഫ്യൂവലിൻ്റെ രണ്ട് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വോളറ്റിലിറ്റി ആൻഡ് ഒക്ടൈൻ നമ്പർ. അതിൽ വോളറ്റിലിറ്റി ഓൾറെഡി പറഞ്ഞ ഫാക്ടറാണ്. പെട്ടെന്ന് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ചെയ്യാനുള്ള കഴിവാണ് വോളറ്റിലിറ്റി എന്ന് പറയുന്നത്. വോളറ്റിലിറ്റി മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് എൻജിൻ സ്റ്റാർട്ടിങ് ആൻഡ് പെർഫോമൻസ് ആണ്. ഹൈ വോളറ്റൈൽ ഫ്യൂൽ ആണെങ്കിൽ എൻജിൻ ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടി പറ്റും. ബെറ്റർ ഫ്യൂൽ ഡിസ്ട്രിബ്യൂഷനാണ്, നല്ല പെർഫോമൻസ് ഉണ്ടാവും. അടുത്ത ഫാക്ടറാണ് ഒക്ടൈൻ നമ്പർ. ഒക്ടൈൻ നമ്പർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പേ ഒരു നോക്കിംഗ് എന്നൊരു ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അത് മെയിനായിട്ട് 5th മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കാണ്. എന്നാൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാത്. ഓക്കെ. ഒരു കമ്പഷൻ ചേമ്പറിൻ്റെ ക്രോസ് സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കേസിൽ കാണിച്ചിരിക്കുന്നത് നോർമൽ കമ്പഷനാണ്. സെക്കൻഡ് കേസിൽ കാണിച്ചിരിക്കുന്നത് അബ്നോർമൽ കമ്പഷൻ അല്ലെങ്കിൽ നോക്കിംഗ് ആണ്. നോക്കിംഗ് എന്ന് വെച്ചാൽ ഒരു അൺഡിസൈറബിൾ കമ്പസ്റ്റനാണ് നോക്കിംഗ്. അതിൽ ഫസ്റ്റത്തെ കേസ് നോക്കാം. ഇതാണ് ഫസ്റ്റത്തെ കേസ്. അതിൽ എ എന്ന് പറഞ്ഞ പോയിന്റിലാണ് സ്പാർക്ക് പ്ലഗിൽ എന്ത് ചെയ്യും? നമ്മളെ സ്പാർക്ക് കൊടുത്താൽ എന്ത് ചെയ്യും? കമ്പഷൻ ബേണിങ് നടന്നിട്ട് എന്ത് ചെയ്യും? പ്രോഗ്രസീവായിട്ട് ഈ ഡയറക്ഷനിൽ ബേണിങ് നടക്കും. ആ സമയത്ത് എന്ത് ചെയ്യും? ഈ ബേണിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫ്ലെയിം ഫ്രണ്ട് ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിലില്ല ചാർജ് മീൻസ് എയർ ഫ്യൂൽ മിക്സറിന് എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യുന്നുണ്ടാവും. ആ കംപ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിലില്ലേ ഈ റീജിയണിലെ എയർ ഫ്യൂൽ മിക്സറിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടും. അതേപോലെ ഇവിടെ നിന്നുണ്ടാവും ആ കത്തുന്ന റീജിയനിൽ നിന്നുണ്ടാവും റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യും? അതിൻ്റെ ഫ്രണ്ടിലില്ല ചാർജിൻ്റെ ടെമ്പറേച്ചർ കൂട്ടും. ആ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ആ ഫ്യൂവലിൻ്റെ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചറിൽ എത്തുന്ന സമയത്ത്, സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ
സോഴ്സ് ഓഫ് ഇഗ്നീഷൻ ഇല്ലാണ്ട് ഫ്യൂവൽ താനേ ബേൺ ചെയ്യുന്ന ടെമ്പറേച്ചറാണ് സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ. ഓക്കെ, സ്പാർക്ക് പ്ലഗ് പോലുള്ള സോഴ്സ് ഒന്നും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, ഫ്യൂവൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇഗ്നൈറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ. ഓക്കെ, ആ ഫ്രണ്ടിലുള്ള ചാർജിൻ്റെ ടെമ്പറേച്ചർ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ ബേണിങ് നടക്കും. ഓക്കെ, ഈ ഒരു റീജിയണിൽ ബേണിങ് നടക്കും. നോർമൽ കണ്ടീഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ കണ്ടീഷനിൽ എന്താണ്, അവിടെ ബേണിങ് നടക്കുന്നില്ല. ആ ഒരു ചാർജ് ഈ റീജിയണിലെ ആ ബി ഡാഷ് ഡി എന്ന് പറഞ്ഞ റീജിയണിലെ ചാർജിൻ്റെ ടെമ്പറേച്ചർ എവിടെ എത്തുന്നില്ല, സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചറിൽ എത്തുന്നില്ല. അതാണ് ഈ കേസ് കാണിച്ചിരിക്കുന്നത്. അവിടെയുള്ള പ്രഷർ വേരിയേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, സ്മൂത്ത് ആയിട്ടുള്ള പ്രഷർ വേരിയേഷനാണ്. ഇനി സെക്കൻഡ് കേസ് നോക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്, എ എന്ന് പറഞ്ഞ പോയിന്റിൽ സ്പാർക്ക് കൊടുക്കുന്നുണ്ട്, ബേണിങ് ഈ റീജിയണിൽ നടക്കുന്നുണ്ട്, ഈ ഒരു ഡയറക്ഷനിൽ ബേണിങ് നടക്കുന്നുണ്ട്. പക്ഷേ എന്താണ്, ഇവിടെ ഇല്ല ആ എൻഡ് ചാർജിൻ്റെ ടെമ്പറേച്ചർ എവിടെ എത്തി, സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചറിൽ എത്തുകയും ചെയ്തു, സഫീഷ്യൻറ്റ് ടൈമും കിട്ടി. ആ സമയത്ത് എന്ത് സംഭവിക്കും, ഈ ഒരു റീജിയൻ ആ സി ഡാഷ് ഡി എന്ന് പറഞ്ഞ റീജിയണിലുള്ള ഫ്യൂൽ എന്ത് ചെയ്തു, അവിടെ ബേണിങ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഒരു ബേണിങ് ഓൾറെഡി നടന്നിട്ട് ഒരു ഫ്ലെയിം ഫ്രണ്ട് പോകുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്തു, ഒരു പുതിയ ബേണിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫ്ലെയിം ഫ്രണ്ട് പോകുന്നുണ്ട്. ഓക്കെ, ആ രണ്ട് ഫ്ലെയിം ഫ്രണ്ടും കൂടെ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഹൈ പ്രഷർ പൾസസ് ക്രിയേറ്റ് ചെയ്യും. ആ പ്രഷർ വേവ്സ് എൻജിൻ സിലിണ്ടറൊക്കെ പോയി സ്ട്രൈക്ക് ചെയ്തിട്ട് എൻജിൻ വൈബ്രേറ്റ് ചെയ്യും, നോക്കിംഗ് മെറ്റൽ റിങ്ങിങ് സൗണ്ടൊക്കെ ഉണ്ടാവും. അതാണ് നോക്കിംഗ് എന്ന് പറഞ്ഞ ഫിനോമിന. നോക്കിംഗ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നോർമൽ കമ്പസ്റ്റൻ നടക്കേണ്ടത് എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡി വരെ പ്രോഗ്രസീവായിട്ട് ബേൺ ചെയ്ത് നടക്കണം. അതാണ് നോർമൽ കമ്പസ്റ്റൻ. ഇവിടെ എന്ത് സംഭവിച്ചു, ഒരു ആക്ച്വൽ ബേണിങ് നമ്മൾ കൊടുത്തു, അത് കൂടാണ്ട് എന്ത് ചെയ്തു, എൻഡ് ഗ്യാസ് ഓട്ടോമാറ്റിക്കായിട്ട് ബേൺ ചെയ്തിട്ട് രണ്ട് പ്രഷർ വേവ്സ് ക്രിയേറ്റ് ചെയ്തു. അതാണ് നോക്കിങ്ങിൽ സംഭവിക്കുന്നത്. ആ സമയത്ത് എന്ത് ചെയ്തു, ലാർജ് പ്രഷർ വേരിയേഷൻ സിലിണ്ടറിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ആ പി തീറ്റ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നോക്കിംഗ് എന്ന് പറയുന്നത്. നോക്കിങ്ങിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ആ എൻഡ് ചാർജ്, ആ ബി ഡാഷ് ഡി എന്ന് പറഞ്ഞ ആ ചാർജ്, അതിൻ്റെ ടെമ്പറേച്ചർ സെൽഫ് ഇഗ്നീഷനിലെ മുകളിലും എത്തുന്നതാണ് നോക്കിങ്ങിൻ്റെ പ്രധാന കാരണം. ഓക്കെ, ആ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ എത്തിയിട്ടില്ലെങ്കിൽ ഒരിക്കലും നോക്കിംഗ് എന്ന് പറഞ്ഞ ഫിനോമിനൻ അവിടെ നടക്കുന്നില്ല. സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ എത്തിയ പാടെ നോക്കിംഗ് നടക്കില്ല. കുറച്ച് ടൈം സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ എത്തിയതിന് ശേഷം കുറച്ച് ടൈം ആ റിയാക്ഷൻ നടക്കാനുള്ള ടൈം കൂടെ കിട്ടിയാലേ നോക്കിംഗ് എന്ന് പറഞ്ഞ ഫിനോമിനൻ നടക്കുമല്ലോ. ഇതാണ് SI എഞ്ചിനിലെ നോക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ സീറ്റൈൻ നമ്പർ എന്ന് പറഞ്ഞാൽ അത് നോക്കാം. ഒക്ടൈൻ നമ്പർ നോക്കാം. SI എഞ്ചിനിലെ നോക്കിംഗ് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഫ്യൂവലിൻ്റെ ഒക്ടൈൻ നമ്പർ ഹൈ വാല്യൂ ആയിരിക്കണം. ഓക്കെ, ഹൈ വാല്യൂ ഓഫ് ഒക്ടൈൻ നമ്പർ ഉണ്ടെങ്കിൽ ആ ഫ്യൂവലിൻ്റെ നോക്കിംഗ് ടെൻഡൻസി വളരെ കുറവായിരിക്കും. ഒക്ടൈൻ നമ്പർ ലോ വാല്യൂ ആണെങ്കിൽ എന്തായിരിക്കും, നോക്കിംഗ് ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. ഇനി കംപ്രഷൻ റേഷ്യോ, SI എഞ്ചിൻ്റെ എഫിഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കംപ്രഷൻ റേഷ്യോ. കംപ്രഷൻ റേഷ്യോ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, എഞ്ചിൻ്റെ തെർമൽ എഫിഷ്യൻസി കൂടും. പക്ഷേ നമുക്ക് കംപ്രഷൻ റേഷ്യോ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്, എഞ്ചിൻ്റെ നോക്കിംഗ് ആണ്. ഓക്കെ, ഹൈ വാല്യൂ ഓഫ് കംപ്രഷൻ റേഷ്യോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തെർമൽ എഫിഷ്യൻസി നമുക്ക് കൂട്ടാം. പക്ഷേ അതിനെ ലിമിറ്റ് ചെയ്യുന്ന ഫാക്ടറാണ് നോക്കിംഗ് എന്ന് പറയുന്നത്. കംപ്രഷൻ റേഷ്യോ കൂട്ടിയാൽ എന്ത് ചെയ്യും, ആ എൻഡ് ചാർജിൻ്റെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, അത് പെട്ടെന്ന് സെൽഫ് ഇഗ്നീഷൻ നടക്കും, നോക്കിങ്ങും ഉണ്ടാവും. അതുകൊണ്ട് എന്താ, കംപ്രഷൻ റേഷ്യോ ഒരു ലിമിറ്റ് വെച്ചിട്ട് SI എഞ്ചിനിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എൻ്റെ ഏകദേശം ഒരു റേഞ്ച് ഇവിടെ പറയുന്നുണ്ട്. കംപ്രഷൻ റേഷ്യോ 7.5 ഉപയോഗിക്കണമെങ്കിൽ ഒക്ടൈൻ നമ്പർ 85 വേണം. അതേമാതിരി 10 ഉപയോഗിക്കണമെങ്കിൽ 100 ഒക്ടൈൻ ഫ്യൂവൽ തന്നെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് കംപ്രഷൻ റേഷ്യോ 10 ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ്, എൻജിൻ നോക്ക് ചെയ്യും. ഓക്കെ, SI എഞ്ചിൻ ഫ്യൂവലിന് കൺസിഡർ ചെയ്യേണ്ട രണ്ട് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് അതിൻ്റെ ഒക്ടൈൻ നമ്പറും വോളറ്റിലിറ്റിയുമാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ക്വാളിറ്റീസ് ഓഫ് SI എഞ്ചിൻ ഫ്യൂവൽ അല്ലെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ്സ്. അതിൽ ഫസ്റ്റ് വൺ, ഫ്യൂവൽ മസ്റ്റ് ഹാവ് ഹൈ കലോറിഫിക് വാല്യൂ. ഹൈ കലോറിഫിക് വാല്യൂ ഫ്യൂവലിനുണ്ടെങ്കിൽ എന്താ, കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവൽ ഉണ്ടെങ്കിൽ ലാർജ് തെർമൽ എനർജി റിലീസ് ചെയ്യും. മീൻസ് ഫ്യൂവലിന് ഹൈ കലോറിഫിക് വാല്യൂ പറഞ്ഞാൽ മാസ് റിക്വയർമെൻറ്റ് ഫ്യൂവലിൻ്റെ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. സെക്കൻഡ് വൺ, ദ ഫ്യൂവൽ ഷുഡ് ഹാവ് ഗുഡ് ആൻറ്റി നോക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് നോക്കിംഗ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം ഫ്യൂവലിന്. ഓക്കെ, അതിനെന്ത് വേണം, ഹൈ ഒക്ടൈൻ നമ്പർ വേണം. തേർഡ് വൺ, ദ ഷുഡ് ഈസിലി മിക്സ് വിത്ത് എയർ ടു ഒബ്റ്റെയിൻ ഹോമോജീനിയസ് മിക്സ്ചർ. നമ്മൾ ഫ്യൂവൽ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് എയറിൻ്റെ അപ്പുറം മിക്സ് ചെയ്യണം. കാരണം എന്താ, ഫ്യൂവൽ ബേൺ ചെയ്യണമെങ്കിൽ ആര് വേണം,
ഓക്സിജൻ വേണം. ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ഫ്യൂവലിന് ബേൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഫ്യൂവലിന് ഓക്സിജൻ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നില്ല, എന്ത് ചെയ്യും, അത് എമിഷൻ, അൺബേൺഡ് ഹൈഡ്രോ കാർബൺ എമിഷൻ ആയിട്ട് പോകും. ഫോർത്ത് വൺ, ദ ഗ്യാസോലിൻ ഷുഡ് ബി വോളറ്റൈൽ ഫോർ ബെറ്റർ വേപ്പറൈസേഷൻ ഓഫ് ഫ്യൂവൽ. അതായത് ഓൾറെഡി പറഞ്ഞതാണ്, ഹൈലി വോളറ്റൈലായിട്ടുള്ള ഫ്യൂവൽ ആണെങ്കിൽ എന്താണ്, പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും, വേപ്പറൈസ് ചെയ്യും. അതുകൊണ്ട് എന്താ, എഞ്ചിൻ്റെ സ്റ്റാർട്ടിങ്ങും പെർഫോമൻസൊക്കെ നല്ലതായിട്ടുണ്ടാവും. അടുത്തത്, ഫ്യൂവൽ ഷുഡ് ഹാവ് ഹൈ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ. ഹൈ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്തിനാണെന്ന് വെച്ചാൽ നോക്കിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ നോക്കിംഗ് ടെൻഡൻസി എന്താണ്, ഫ്യൂവലിൻ്റെ നോക്കിംഗ് ടെൻഡൻസി കുറവായിരിക്കും. അടുത്തത്, ദ ഷുഡ് നോട്ട് ഡെപ്പോസിറ്റ് ഗം ഇൻ ദി എഞ്ചിൻ ഓർ എഞ്ചിൻ കമ്പോണൻസ്. സെവൻത്ത് വൺ, ദ ഷുഡ് നോട്ട് ഡൈലൂട്ട് ദി ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ആൻഡ് വീക്കൻ ദ ഓയിൽ ഫിലിം ബിറ്റ്വീൻ റബ്ബിംഗ് സർഫസ്. അതായത് നമ്മളെ SI എഞ്ചിൻ ഫ്യൂവൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ ഫിലിമിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ വേണ്ടി പാടില്ല. അങ്ങനെ ചെയ്താൽ എന്താണ്, എഞ്ചിൻ്റെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും, അതേമാതിരി റബ്ബിംഗ് സർഫസിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, മെക്കാനിക്കൽ എഫിഷ്യൻസി ഒക്കെ കുറവായിരിക്കും. ഇതാണ് SI എഞ്ചിൻ ഫ്യൂവലിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ അതിന് ഉണ്ടായിരിക്കേണ്ട ഫീച്ചേഴ്സ്. അടുത്തത്, റേറ്റിംഗ് ഓഫ് SI എഞ്ചിൻ ഫ്യൂവൽ. SI എഞ്ചിൻ ഫ്യൂവലിനെ റേറ്റ് ചെയ്യുന്ന ഒരു നമ്പറാണ് ഒക്ടെയ്ൻ നമ്പർ എന്ന് പറയുന്നത്. അതായത് ഫ്യൂവലിൻ്റെ ക്വാളിറ്റി പറയുന്ന ഒരു നമ്പറാണ് ഒക്ടെയ്ൻ നമ്പർ. അതായത് ഫ്യൂവലിൻ്റെ നോക്ക് റെസിസ്റ്റൻസ്, ഗ്യാസോലിൻ ഫ്യൂവലിൻ്റെ നോക്ക് റെസിസ്റ്റൻസ് ഒക്ടെയ്ൻ നമ്പർ വെച്ചിട്ടാണ് പറയുന്നത്. ഒക്ടെയ്ൻ നമ്പർ പറയാൻ വേണ്ടിയിട്ട് രണ്ട് സ്റ്റാൻഡേർഡ് ഫ്യൂവൽസ്, അതായത് റെഫറൻസ് ഫ്യൂവൽ ഉപയോഗിക്കുന്നുണ്ട്. ആ റെഫറൻസ് ഫ്യൂവൽ എന്ന് പറയുന്നത് ഐസോ ഒക്ടെയ്നും നോർമൽ ഹെപ്റ്റൈനും ആണ്. ഐസോ ഒക്ടെയ്ൻ എന്ന് വെച്ചാൽ നല്ല നോക്കിംഗ് പ്രിവെൻഷൻ ക്യാരക്ടറിസ്റ്റിക്സുള്ള ഫ്യൂവലാണ്. മീൻസ് ഗുഡ് ആൻറ്റി നോക്കിംഗ് ഫ്യൂവലാണ് ഐസോ ഒക്ടെയ്ൻ. അതിന് 100 ഒക്ടെയ്ൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നോർമൽ ഹെപ്റ്റൈൻ ആണെങ്കിലോ പെട്ടെന്ന് നോക്ക് ചെയ്യുന്ന ഫ്യൂവലാണ്. അതിന് നോക്കിംഗ് ടെൻഡൻസി കൂടുതലുള്ള ഫ്യൂവലാണ് നോർമൽ ഹെപ്റ്റൈൻ. അതിന് ഒക്ടെയ്ൻ നമ്പർ 0 അസൈൻ ചെയ്തിട്ടുണ്ട്. ബെറ്റർ ആൻറ്റി നോക്കിംഗ് ഫ്യൂവലാണ് ഐസോ ഒക്ടെയ്ൻ. നോർമൽ ഹെപ്റ്റൈൻ എന്ന് പറയുന്നത് ഈസി നോക്കിംഗ് ഫ്യൂവലാണ്. ഓക്കെ, ഇനി ഒക്ടെയ്ൻ റേറ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഒക്ടെയ്ൻ റേറ്റിംഗ് ഓഫ് എ ഫ്യൂവൽ ഈസ് ഡിഫൈൻഡ് ആസ് പെർസെൻറ്റേജ് by volume of iso-octane in a mixture of iso-octane and normal heptane which exactly matches the knocking intensity of a given fuel in a standard engine under given standard operating condition. അതിൻ്റെ മീനിങ് എന്താണ്? ആദ്യം നമ്മളെ ഫ്യൂവൽ എന്ത് ചെയ്യുന്നത്, ആ സ്റ്റാൻഡേർഡ് എൻജിനിൽ റൺ ചെയ്യുന്നത്. ആ സമയത്തിൻ്റെ നോക്കിംഗ് ഇൻറ്റൻസിറ്റി ഒരു നോക്ക് മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്തെടുക്കുന്നത്. ഇനി എന്താ ചെയ്യുന്നത്, ഐസോ ഒക്ടെയിൻ്റെയും നോർമൽ ഹെപ്റ്റൈൻ്റെയും വേരിയസ് മിക്സ്ചേഴ്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ആ വേരിയസ് മിക്സ്ചേഴ്സ് എന്ത് ചെയ്യുന്നത്, ആ സെയിം എൻജിൻ ഇട്ടിട്ട് റൺ ചെയ്യിക്കുന്നത്. എപ്പോഴാണോ എനിക്ക് ആ ഇനീഷ്യൽ ഫ്യൂവൽ വെച്ചിട്ട് ഉണ്ടായ സമയത്തുണ്ടായ ആ നോക്കിംഗ് ഇൻറ്റൻസിറ്റി കിട്ടുന്നത്, ഓക്കെ, നമ്മൾ റെഫറൻസ് ഫ്യൂവലിന് എപ്പോഴാണോ ആ നോക്കിംഗ് ഇൻറ്റൻസിറ്റി കിട്ടുന്നത്, ആ സമയത്ത് ആ മിക്സറിലെ ഐസോ ഒക്ടെയിൻ്റെ പെർസെൻറ്റേജ് എത്രയാണോ അതാണ് ആ ഫ്യൂവലിൻ്റെ ഒക്ടെയിൻ റേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ചാൽ അത് ശരിക്കും മനസ്സിലാവും. നമ്മളെ ഫ്യൂവലിൻ്റെ ഒക്ടെയിൻ നമ്പർ ഞാൻ 80 എന്ന് പറയുന്നു. ഓക്കെ, ആ 80 ഒക്ടെയിൻ നമ്പറിലെ ഫ്യൂവൽ ഒരു നോക്കിംഗ് ഇൻറ്റൻസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അത് ഒരു നോക്ക് മീറ്റർ വെച്ച് മെഷർ ചെയ്തെടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതവിടെ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യുന്നത്, ഞാൻ 80% ഐസോ ഒക്ടെയിനും 20% നോർമൽ ഹെപ്റ്റൈനുള്ളൊരു മിക്സ്ചർ ഉണ്ടാക്കിയിട്ട് സെയിം എൻജിൻ റൺ ചെയ്യിക്കുന്നു. ആ സമയത്ത് എനിക്ക് എന്ത് കിട്ടും, ആദ്യത്തെ ഫ്യൂവൽ പ്രൊഡ്യൂസ് ചെയ്ത സെയിം നോക്കിങ് എനിക്ക് കിട്ടും. അങ്ങനെയാണെങ്കിലാണ് ആ ഫ്യൂവലിൻ്റെ ഒക്ടെയിൻ നമ്പർ എത്ര എന്ന് പറയുക, 80 എന്ന് പറയുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി SI എഞ്ചിൻ ഫ്യൂവലിൻ്റെ നോക്കിംഗ് റെസിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒക്ടെയിൻ നമ്പർ കൂട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് ടെട്രാ ഈഥൈൽ ലെഡ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റാണ് ടെട്രാ ഈഥൈൽ ലെഡ്. അടുത്തത് ഫ്യൂവൽസ് ഫോർ CI എൻജിൻ. CI എൻജിനിലെ ഫ്യൂവൽസ് നമുക്ക് ഈവൺ വെജിറ്റബിൾ ഓയിൽസ് പെട്രോൾ ഡീസലായിട്ട് മിക്സ് ആയിട്ട് വരെ നമുക്ക് CI എൻജിനിൽ റൺ ചെയ്യിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, കുറച്ച് വൈഡ് വെറൈറ്റി ഓഫ് ഫ്യൂവൽസ് CI എൻജിനിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതായത് CI എൻജിൻ ഫ്യൂവൽസ് ആർ അവൈലബിൾ ഓവർ എ ലാർജ് റേഞ്ച് ഓഫ് മോളിക്കുലർ വെയ്റ്റ് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അതായത് ആ വെറൈറ്റി ഓഫ് മോളിക്കുലർ വെയ്റ്റിലെ ഫ്യൂവൽസ് CI എൻജിനിൽ ഉപയോഗിക്കുക.
പിന്നെ ആ CI എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്ത് ചെയ്യും, റീഫൈൻ ചെയ്യും. എന്തിനാണ് ചെയ്യുന്നത്, അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് ആൻഡ് വിസ്കോസിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആ ഫ്യൂവലിനെ റീഫൈൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, എത്രത്തോളം റീഫൈൻ ചെയ്തെടുക്കുന്നോ അത്രത്തോളം അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് ആൻഡ് വിസ്കോസിറ്റി കുറക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ വിസ്കോസിറ്റിയൊക്കെ നല്ലോണം കുറക്കുന്ന സമയത്ത് ഫ്യൂവലിൻ്റെ കോസ്റ്റ് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. നമുക്ക് എഞ്ചിനിൽ ഉപയോഗിക്കുന്ന സമയത്ത് എന്തായിരിക്കണം, ലോ മോളിക്കുലർ വെയിറ്റ് ആൻഡ് ലോ വിസ്കോസിറ്റിയുള്ള കമ്പോണൻസ് ആണ് എഞ്ചിനിൽ ഉപയോഗിക്കാൻ വേണ്ടി നല്ലത്. അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, അതിനെ റിഫൈൻ ചെയ്യുന്നുണ്ടാവും. ആ റിഫൈൻ ചെയ്യുന്ന സമയത്ത് രണ്ടും കുറയുമെങ്കിൽ എന്ത് ചെയ്യുക, അതിന് പ്രൊപ്പോർഷണലായിട്ട് കോസ്റ്റ് കൂടും. ഡീസൽ ഫ്യൂവലിനെ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുക, ലൈറ്റ് ഡീസൽ ഫ്യൂവലും ഹെവി ഡീസൽ ഫ്യൂവലും. ലൈറ്റ് ഡീസൽ ഫ്യൂവൽ അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് അപ്രോക്സിമേറ്റ്ലി 170 ആയിരിക്കും. അതിൻ്റെ വിസ്കോസിറ്റി കുറവായിരിക്കും. വിസ്കോസിറ്റി കുറവായതുകൊണ്ട് തന്നെ അതിനെ പമ്പ് ചെയ്യാൻ വേണ്ടി ഈസിയാണ്, അറ്റോമൈസ് ചെയ്യാൻ വേണ്ടി ഈസിയാണ്. അത് മെയിനായിട്ട് സ്മോൾ എൻജിൻസിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ എന്താ, ലോ വിസ്കോസിറ്റി ആയതുകൊണ്ട് അത്രയും റിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും, അതിൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. ഈസി ടു അറ്റോമൈസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതിനെ പെട്ടെന്ന് സ്മോൾ കമ്പോണൻസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ലോ വിസ്കോസിറ്റി ആണെങ്കിൽ. അതാണ് ഈസി ടു അറ്റോമൈസ് എന്ന് പറയുന്നത്. അടുത്തത് ഹെവി ഡീസൽ ഫ്യൂവൽ. അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് അപ്രോക്സിമേറ്റ്ലി 200 ആണ്. അത് വിസ്കോസിറ്റി അതിന് കൂടുതലായിരിക്കും. അത് മെയിനായിട്ട് ഹെവിയർ എൻജിൻസിലാണ് ഉപയോഗിക്കുന്നത്. വിസ്കോസിറ്റിയൊക്കെ കൂടുതലായതുകൊണ്ട് എന്താണ്, ഇഞ്ചക്ഷൻ പ്രഷറും ഹൈ ആയിട്ട് വേണം അതിന്. ഇനി CI എൻജിൻ ഫ്യൂവലിൻ്റെ ഒരു റിക്വേർഡ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സീറ്റൈൻ നമ്പറാണ്. SI എൻജിനിൽ അത് ഒക്ടൈൻ നമ്പറായിരുന്നു, CI എൻജിനിൽ അത് സീറ്റൈൻ നമ്പറാണ്. നോക്കിംഗ് എന്ന് പറഞ്ഞ ഫിനോമിനൻ CI എൻജിനിലും ഉണ്ട്. അത് SI എൻജിനിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നോക്കിംഗ് ഫിനോമിനാണ് CI എൻജിനിൽ. CI എൻജിനിലെ നോക്കിംഗ് എന്താണെന്ന് വെച്ചാൽ, CI എൻജിനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താ, കംപ്രഷൻ സ്ട്രോക്ക് എൻഡ് ചെയ്യാനാവുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ കംപ്രസ്ഡ് എയറിലോട്ട് ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്യും അല്ലേ. ഇനി ആ കംപ്രസ്ഡ് എയറിൻ്റെ ടെമ്പറേച്ചർ കൊണ്ടാണ് ആ ഫ്യൂവലിനെ ബേൺ ചെയ്യിക്കുന്നത്. ഇനി ആ ഇഞ്ചെക്റ്റ് ചെയ്ത ഫ്യൂവൽ എന്ത് ചെയ്യും, ബേൺ ചെയ്യാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ആ കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ ഉള്ളിൽ അത് അക്യൂമുലേറ്റ് ചെയ്ത് നിൽക്കും. മീൻസ് അത് ഇഞ്ചെക്റ്റ് ചെയ്താലും ബേൺ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടില്ലെങ്കിൽ കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ ഉള്ളിൽ അക്യൂമുലേറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ ഒരുപാട് ഫ്യൂവൽ അക്യൂമുലേറ്റ് ചെയ്ത് നിന്നിട്ട് പെട്ടെന്ന് ബേണിങ് നടന്നിട്ടുണ്ടെങ്കിലോ ആ അക്യൂമുലേറ്റ് ചെയ്ത ഫ്യൂവൽ മൊത്തമായിട്ട് ഒന്നിച്ചിട്ട് ബേൺ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആ സമയത്ത് ഹൈ പ്രഷർ കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യും. അതാണ് ഡീസൽ നോക്ക് എന്ന് പറയുന്നത്. മീൻസ് എന്താ, ഡീസലിൽ നോക്കിങ് പ്രിവെൻറ്റ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്, അതിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്താടും ബേൺ ചെയ്യാൻ വേണ്ടി തുടങ്ങണം. അല്ലെങ്കിൽ അതിൻ്റെ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്തായിരിക്കണം, ലോ വാല്യൂ ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് പെട്ടെന്ന് തന്നെ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുമല്ലോ. ഓക്കെ, ഒരു ഡിലേ പീരീഡ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അത് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ബേൺ ചെയ്യുന്നതിനിടയ്ക്കുള്ള ഗ്യാപ്പാണ് ഡിലേ പീരീഡ് എന്ന് പറയുന്നത്. അത് മിനിമം ആയിരിക്കണം. എന്നാൽ ഡീസലിലെ നോക്കിങ് എന്ത് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് സ്പെസിഫൈ ചെയ്യുന്ന ഒരു നമ്പറാണ് സീറ്റൈൻ നമ്പർ. സീറ്റൈൻ നമ്പർ ഹൈ ആണെങ്കിൽ എന്താണ്, ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഫ്യൂവൽ അത് പെട്ടെന്ന് തന്നെ ബേൺ ചെയ്യുന്നുണ്ടാവും. നോക്കിങ് ടെൻഡൻസി കുറവായിരിക്കും. ഓക്കെ, ഹൈ സീറ്റൈൻ നമ്പർ ആണെങ്കിൽ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഓഫ് ഫ്യൂവൽ എന്തായിരിക്കും, ലോ ആയിരിക്കും. പെട്ടെന്ന് തന്നെ ബേൺ ചെയ്തിട്ട് നോക്കിംഗ് ഫിനോമിനൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. CI എൻജിൻ ഫ്യൂവലിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സീറ്റൈൻ നമ്പറാണ്. ഇനി CI എൻജിൻ്റെ ഇമ്പോർട്ടൻ്റ് ക്വാളിറ്റീസ് ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, ഫ്യൂവൽ ഷുഡ് ഹാവ് ഗുഡ് ആൻറ്റി നോക്കിംഗ് ക്വാളിറ്റി. മീൻസ് ഫ്യൂവൽ എന്ത് വേണം, ഹൈ സീറ്റൈൻ നമ്പർ വേണം. എന്നാലെന്താ, നോക്കിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ബെറ്റർ വോളറ്റിലിറ്റി. വോളറ്റിലിറ്റി എന്ന് വെച്ചാൽ ലിക്വിഡ് ടു വേപ്പർ ചേഞ്ച് ചെയ്യാനുള്ള കഴിവാണ്. അത് പെട്ടെന്ന് തന്നെ വേപ്പർ സ്റ്റേറ്റിലെത്തി എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ബേണിങ് നടക്കാൻ വേണ്ടി പറ്റും. ലിക്വിഡ് സ്റ്റേറ്റിൽ ബേണിങ് നടക്കില്ല, ഫ്യൂവൽസ് ബേൺ ചെയ്യുന്നത് വേപ്പർ സ്റ്റേറ്റിലാണ്. പിന്നെ ലോ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ ആയിരിക്കണം. മീൻസ് എന്താ, ലോ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ ആണെങ്കിൽ ആ ഇഗ്നീഷൻ ഡിലേ കുറവായിരിക്കും. ഇഗ്നീഷൻ ഡിലേ എന്ന് വെച്ചാൽ ആ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ബേൺ ചെയ്യാനുള്ള ഇടയ്ക്കുള്ള ഗ്യാപ്പ് കുറവായിരിക്കും. പെട്ടെന്ന് തന്നെ ബേൺ ചെയ്യും. നോക്കിങ് എന്താ, ഡീസൽ നോക്ക് എന്തായിരിക്കും, കുറവായിരിക്കും. അടുത്ത നാലാമത്തത്, ദ ഫ്യൂവൽ ഷുഡ് നോട്ട് പ്രൊമോട്ട് എയ്തർ സ്മോക്ക് ഓർ ഓഡർ ഇൻ ദ എൻജിൻ എക്സോസ്റ്റ്. ഡീസൽ എൻജിനൊക്കെ സ്റ്റാർട്ടാക്കുന്ന സമയത്ത് കൂടുതൽ സ്മോക്കൊക്കെ പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. മീൻസ് എന്താ, ഡീസൽ കുറച്ച് ഹെവി ഫ്യൂവലാണ്. അത് അത്ര പെട്ടെന്ന് അറ്റോമൈസ് ചെയ്യാനും വോളറ്റിലിറ്റി കുറവാണ്. അത്ര പെട്ടെന്ന് ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് അറ്റോമൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് എന്തായിരിക്കും, അൺബേൺഡ് എമിഷൻസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. നമ്മുടെ ഫ്യൂവൽ എന്തായിരിക്കണം, അത് മിനിമം ആയിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് അഞ്ചാമത്തത് വിസ്കോസിറ്റി.
വിസ്കോസിറ്റി കൂടുതലാണെങ്കിൽ അതിനെ പെട്ടെന്ന് ഫൈൻ ഡ്രോപ്ലെറ്റായിട്ട് അറ്റോമൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഫൈൻ ഡ്രോപ്ലെറ്റായിട്ട് അറ്റോമൈസ് ചെയ്തിട്ടില്ലെങ്കിൽ കമ്പസ്റ്റ്യൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എമിഷൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഫ്യൂവലിൻ്റെ വിസ്കോസിറ്റി എന്തായിരിക്കണം? ലോ വാല്യൂ ആയിരിക്കണം. അതേമാതിരി 6.1 ഫ്യൂവൽ ഷുഡ് നോട്ട് കൊറോഡ് ഓർ വെയർ എൻജിൻ കമ്പോണൻസ്. 7th വൺ ലോ സൾഫർ കണ്ടൻറ്റ്. സൾഫർ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? കൊറോഷൻ ടെൻഡൻസി കൂടുതലായിരിക്കും. 8th വൺ ഷുഡ് ഹാവ് ഹാൻഡ്ലിംഗ് ഈസ്. ഹാൻഡ്ലിംഗ് ഈസിൽ വരുന്നത് മെയിനായിട്ട് ഫ്ലോ തന്നെ. വിസ്കോസിറ്റി കൂടുതലാണെങ്കിൽ ഫ്യൂവൽ ഫ്ലോ ചെയ്യാൻ എന്തായിരിക്കും? റെസ്ട്രിക്ഷൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്താ? ലോ വിസ്കോസിറ്റി വേണം. അതേപോലെ ഫ്യൂവൽ സോൾഡിഫൈ ചെയ്യാൻ വേണ്ടി പാടില്ല. മീൻസ് ഏതെങ്കിലും കണ്ടീഷനിൽ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സോൾഡിഫൈ ചെയ്യാൻ വേണ്ടി പാടില്ല. അതാണ് ഹാൻഡ്ലിംഗ് ഈസിൽ വരുന്നത്. അടുത്തത് ഹൈ ഫ്ലാഷ് ആൻഡ് ഫയർ പോയിൻറ്റ്. ഫ്ലാഷ് ആൻഡ് ഫയർ പോയിൻറ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഹൈ ഫ്ലാഷ് ആൻഡ് ഫയർ പോയിൻ്റ് ഉണ്ടെങ്കിൽ എന്താ? സ്റ്റോറേജ് റിക്വയർമെൻറ്റ്സ് ഒക്കെ ഒരു ലിമിറ്റഡ് ആയിരിക്കും. മീൻസ് എബോവ് 100 ഒക്കെയാണ് ഇതിൻ്റെ ഫ്ലാഷ് പോയിൻറ്റ് ഫയർ പോയിൻ്റ് ഒക്കെ വരുന്നതെങ്കിൽ നമുക്ക് സ്റ്റോറേജിനെ പറ്റി അധികം വറി ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് റേറ്റിംഗ് ഓഫ് CI എൻജിൻ ഫ്യൂവൽ. SI എൻജിൻ ഫ്യൂവലിനെ ഒക്ടൈൻ നമ്പർ വെച്ച് റേറ്റ് ചെയ്ത് നടക്കുന്ന സീറ്റൈൻ നമ്പർ വെച്ചിട്ടാണ് CI എൻജിൻ ഫ്യൂവലിനെ റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ് ഓൾറെഡി പറഞ്ഞതാണ് എങ്ങനെയാണ് CI എൻജിനിൽ നോക്ക് ഉണ്ടാകുന്നത്. സഡനായിട്ട് ഒരുപാട് ഫ്യൂവൽസ് ബേൺ ചെയ്യുന്ന സമയത്താണ് നോക്കിംഗ് ഉണ്ടാകുന്നത്. ആ സമയത്ത് എന്താണ്? ഹൈ പ്രഷർ റൈസ് ഉണ്ടാവും. ഓക്കെ, ഇഗ്നീഷൻ ഡിലേ കൂടുന്ന സമയത്താണ് ഈ നോക്കിംഗ് ഉണ്ടാകുന്നത്. ആ ഇഗ്നീഷൻ ഡിലേ എന്തായിരിക്കണം? മിനിമം ആണെങ്കിൽ എന്താണ്? നോക്കിംഗ് ഫിനോമിന ഉണ്ടാവില്ല. ആ ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്താലും പ്രോഗ്രസീവായിട്ട് ബേൺ ചെയ്യും. ഓക്കെ, CI എൻജിൻ റേറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന റെഫറൻസ് ഫ്യൂവൽ എന്ന് പറയുന്നത് നോർമൽ സീറ്റൈൻ ആൻഡ് ആൽഫ മീഥൈൽ നാഫ്തലീനാണ്. അതിൽ നോർമൽ സീറ്റൈൻ അല്ലെങ്കിൽ സീറ്റൈൻ അസൈൻ ചെയ്തിരിക്കുന്ന സീറ്റൈൻ നമ്പർ എന്ന് വെച്ചാൽ 100 ആണ്. അതിൻ്റെ മീനിങ് എന്തായിരിക്കും? അത് നോക്കിംഗ് ടെൻഡൻസി വളരെ കുറഞ്ഞ ഫ്യൂവലാണെന്നാരി, അല്ലെങ്കിൽ നോക്കിംഗ് ടെൻഡൻസി ഇല്ലാത്ത ഫ്യൂവലാണെന്നാരി നോർമൽ സീറ്റൈൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഇഗ്നീഷൻ ഡിലേ എന്താണ്? മിനിമം ആണ്. സെക്കൻഡ് എന്താണ്? ആൽഫ മീഥൈൽ നാഫ്തലീന് ഞാൻ അസൈൻ ചെയ്തിരിക്കുന്ന സീറ്റൈൻ നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. അതിൻ്റെ മീനിങ് എന്താ? അതിന് ഹൈ ഇഗ്നീഷൻ ഡിലേ ആയിരിക്കും. നോക്കിംഗ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. ഇനി ഒക്ടൈൻ നമ്പർ ഡിഫൈൻ ചെയ്ത അതേപോലെയാണ് സീറ്റൈൻ നമ്പറും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നോക്കാം. Cetane number of a fuel is defined as percentage by volume of normal cetane in a mixture of normal cetane and alpha methyl naphthalene which has same ignition characteristics as the test fuel when combustion is carried out in standard engine under specified operating condition. Means അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ റെഫറൻസ് ഫ്യൂവൽ നോർമൽ സീറ്റൈൻ ആൻഡ് ആൽഫ മീഥൈൽ നാഫ്തലീൻ ആണ്. അത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഇഗ്നീഷൻ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇഗ്നീഷൻ ഡിലേ വെച്ചിട്ടാണ്. ആദ്യം എന്ത് ചെയ്യും? നമ്മളെ ഫ്യൂവൽ ആക്ച്വൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ആ സ്റ്റാൻഡേർഡ് എഞ്ചിനിൽ റൺ ചെയ്യും. ആ സമയത്തിലെ ഇഗ്നീഷൻ ഡിലേ നോട്ട് ചെയ്തെടുക്കും. അതിനുശേഷം എന്ത് ചെയ്യും? ഈ നോർമൽ സീറ്റൈൻ്റെയും ആൽഫ മീഥൈൽ നാഫ്തലീൻ്റെയും വേരിയസ് മിക്സ്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ സെയിം എഞ്ചിനിൽ റൺ ചെയ്യിക്കും. ഓക്കെ, ആദ്യം കണ്ടുപിടിച്ച് വെച്ച ഇഗ്നീഷൻ ഡിലേക്ക് മാച്ച് ചെയ്യുന്ന കോമ്പോസിഷൻ ഏതാണോ നോക്കും. അതിലില്ല നോർമൽ സീറ്റൈൻ്റെ എത്ര വോളിയം പെർസെൻറ്റേജ് ആണ് ആ ഫ്യൂവലിൻ്റെ സീറ്റൈൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ സീറ്റൈൻ നമ്പർ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡിറ്റീവ്സ് അമൈൽ നൈട്രേറ്റ്, ഈഥൈൽ നൈട്രേറ്റ് ആൻഡ് ഈതറാണ്. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫ്യൂവൽ ഡോപ്സ്. ഫ്യൂവൽ ഡോപ്സ് എന്ന് വെച്ചാൽ മെയിനായിട്ട് പെട്രോളും ഡീസലും ആഡ് ചെയ്യുന്നത് നോക്കിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന കമ്പോണൻസിന് പറയുന്ന പേരാണ് ഫ്യൂവൽ ഡോപ്സ്. ഓക്കെ, ഫ്യൂവൽ ഡോപ്സ് എന്ന് പറഞ്ഞാൽ നോക്കിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ആഡ് ചെയ്യുന്ന കമ്പോണൻസിനാണ് ഡോപ്സ് എന്ന് പറയുന്നത്. പെട്രോളിൽ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് ടെട്രാ ഈഥൈൽ ലെഡ് TEL ആണ് പെട്രോളിൽ ഉപയോഗിക്കുന്നത്. ടെട്രാ ഈഥൈൽ ലെഡ് എന്ത് ചെയ്യും? ഒക്ടൈൻ നമ്പർ ഇൻക്രീസ് ചെയ്യിക്കും. എന്ത് ചെയ്യും? അന്നേരം നോക്കിങ് ടെൻഡൻസി കുറവായിരിക്കും. അതേപോലെ ഡീസൽ ഉപയോഗിക്കുന്നത് ആരൊക്കെയാണ്? അമൈൽ നൈട്രേറ്റ്, ഈഥൈൽ നൈട്രേറ്റ്, ഈതർ. അതെന്ത് ചെയ്യും? സീറ്റൈൻ നമ്പർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഒക്ടൈൻ നമ്പർ എന്ന് വെച്ചാൽ പെട്രോളിൽ മാത്രം പറയുന്നതാണ്. പെട്രോളിൻ്റെ റേറ്റിംഗ്, ഗ്യാസോലിൻ്റെ റേറ്റിംഗ് പറയുന്നതാണ് ഒക്ടൈൻ നമ്പർ. അതാരും ഇൻക്രീസ് ചെയ്യിക്കും? ടെട്രാ ഈഥൈൽ ലെഡ്
സീറ്റൈൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഡീസൽ ഫ്യൂവലിൻ്റെ ഇഗ്നീഷൻ ക്വാളിറ്റി പറയുന്നതാണ്. അത് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അമൈൽ നൈട്രേറ്റ്, ഈഥൈൽ നൈട്രേറ്റ്, ഈതർ. ഓക്കെ. അടുത്തത് ഫ്യൂവൽ അഡിറ്റീവ്സ്. ഫ്യൂവൽ അഡിറ്റീവ്സ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ബ്രോഡർ കൺസെപ്റ്റാണ്. അത് മെയിനായിട്ട് ഫ്യൂവൽസിൻ്റെ കമ്പസ്റ്റൻ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പോണൻസാണ് ഫ്യൂവൽ അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഫസ്റ്റ് വൺ മസ്റ്റ് ബി എഫക്റ്റീവ് ഇൻ ഡിസൈഡ് അപ്ലിക്കേഷൻ അണ്ടർ ഓൾ കണ്ടീഷൻ. അതിൻ്റെ മീനിങ് വെച്ചാൽ ചിലപ്പോൾ അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നത് നോക്കിങ് കുറക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ സർഫസ് ഇഗ്നീഷൻ കുറക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, അത് എല്ലാ കണ്ടീഷൻ ഫ്യൂൽ എൻകൗണ്ടർ ചെയ്യുന്ന ഏത് ടെമ്പറേച്ചറിൻ്റെ കണ്ടീഷനിലായാലും അത് അതിൻ്റെ ഫങ്ഷൻ ചെയ്തിട്ടുണ്ടാവണം. അണ്ടർ ഓൾ കണ്ടീഷൻ എന്ന് വെച്ചാൽ എഞ്ചിനിലെ എല്ലാ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിലും അതിൻ്റെ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റണം. സെക്കൻഡ് വൺ മസ്റ്റ് ബി സൊല്യൂബിൾ ഇൻ ഫ്യൂവൽ അണ്ടർ ഓൾ കണ്ടീഷൻ. ഓക്കെ. എന്തായിരിക്കണം? അതെപ്പോഴും ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സോളിഡ് സസ്പെൻഷനായിട്ട് ഒരിക്കലും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതാണ് അതിൻ്റെ സെക്കൻഡ് റിക്വയർമെൻറ്റ്. തേർഡ് വൺ ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ ഇൻ സ്റ്റോറേജ് ആൻഡ് നോ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ ഫ്യൂവൽ സ്റ്റെബിലിറ്റി. അതായത് ആ അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ഫ്യൂവലിൻ്റെ സ്റ്റെബിലിറ്റിക്ക് അല്ലെങ്കിൽ സ്റ്റോറേജ് സ്റ്റെബിലിറ്റിക്കൊന്നും ഒരിക്കലും ഒരു ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. മീൻസ് അതിൻ്റെ ഫ്ലാഷ് പോയിൻ്റ് കുറക്കുന്നതോ ഫയർ പോയിൻ്റ് കുറക്കുന്നതോ അതേപോലെ ഓക്സിഡേഷൻ കൂട്ടുന്നതോ അങ്ങനെ ഒരു എഫക്റ്റും ആർക്കും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഈ അഡിറ്റീവ്സിന് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അടുത്തത് ഫോർത്ത് വൺ ഇറ്റ് ഷുഡ് ബി ഇൻ ലിക്വിഡ് ഫേസ് അറ്റ് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് വോളറ്റൈൽ ടു ഗിവ് റാപ്പിഡ് വേപ്പറൈസേഷൻ ഇൻ മാനിഫോൾഡ്. അതായത് ആ ആഡ് ചെയ്യുന്ന അഡിറ്റീവ് എന്തായിരിക്കണം? നോർമൽ കണ്ടീഷനിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ ഫ്യൂവൽ മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ടാവണം. അതേപോലെ ഫ്യൂവൽ വോളറ്റൈൽ ചെയ്യുന്ന സമയത്ത് വേപ്പറൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? അഡിറ്റീവ്സിനും സെയിം വേപ്പറൈസേഷൻ അല്ലെങ്കിൽ വോളറ്റിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ. ഇല്ലെങ്കിൽ എന്താ, അത് ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കും. അടുത്ത ഫിഫ്ത്ത് വൺ ഇറ്റ് മസ്റ്റ് നോട്ട് പ്രൊഡ്യൂസ് എനി ഹാംഫുൾ ഡെപ്പോസിറ്റ്. അതായത് എൻജിൻ കമ്പസ്റ്റൻ ചേമ്പറിലൊന്നും ഹാംഫുൾ ഡെപ്പോസിറ്റ്സ് അഡിറ്റീവ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. മെയിനായിട്ട് ഫ്യൂൽ അഡിറ്റീവ്സ് ഗ്യാസോലിനിൽ ആഡ് ചെയ്യുന്ന മെയിൻ അഡിറ്റീവ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആൻറ്റി നോക്കിംഗ് ഏജൻറ്റ്. നോക്കിംഗ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒക്ടൈൻ നമ്പർ കൂട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന അഡിറ്റീവ് എന്ന് പറഞ്ഞാൽ ടെട്രാ, ഈഥൈൽ, ലെഡ് മെയിനായിട്ട് ഗ്യാസോലിനിൽ ഉപയോഗിക്കുന്നത്. സെക്കൻഡ് വൺ ഡെപ്പോസിറ്റ് മോഡിഫയർ. ഡെപ്പോസിറ്റ് മോഡിഫയേഴ്സ് ഉപയോഗിക്കുന്നത് ടു ആൾട്ടർ ദ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെപ്പോസിറ്റ് ഓൺ കമ്പസ്റ്റൻ ചേമ്പർ. കമ്പസ്റ്റൻ ചേമ്പറിൽ നമ്മളെ സോഴ്സ് ഓഫ് ഇഗ്നീഷൻ എന്ന് പറയുന്നത് സ്പാർക്ക് പ്ലഗ് ആണ്. SI എഞ്ചിനിൽ സ്പാർക്ക് പ്ലഗ് ആണ് ആരെ ബേൺ ചെയ്യിക്കുന്നത്? എയർ ഫ്യൂൽ മിക്സറിനെ ബേൺ ചെയ്യിക്കുന്നത്. അതല്ലാണ്ട് ചില ഹോട്ട് സ്പോട്ട്സൊക്കെ മീൻസ് ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള സ്പോട്ട്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും ആരെ ബേൺ ചെയ്യിക്കും? എയർ ഫ്യൂൽ മിക്സറിനെ ബേൺ ചെയ്യിക്കും. അതെന്താണ്? ഒരു അൺഡിസൈറബിൾ കമ്പസ്റ്റനാണ്. അത് നടക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ. അങ്ങനെ വല്ല ഹോട്ട് സ്പോട്ട്സും ഉണ്ടെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മീൻസ് ബേണിങ് പ്രൊഡ്യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് മോഡിഫയേഴ്സ് ആഡ് ചെയ്യുന്നത്. മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഡെപ്പോസിറ്റ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത് ഫോസ്ഫറസ്, ബോറോൺ കോമ്പൗണ്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. തേർഡ് വൺ ആൻറ്റി ഓക്സിഡൻസ്. ആൻറ്റി ഓക്സിഡൻസ് ഉപയോഗിക്കുന്നത് ഗം ഫോർമേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് പെട്രോളൊക്കെ ലോങ് ടേം സ്റ്റോറേജിൽ അതിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ്, ഒലിഫീൻ പോലെയുള്ള അൺസ്റ്റേബിൾ കോമ്പൗണ്ട്സ് എന്ത് ചെയ്യും? ഓക്സിജനായിട്ട് റിയാക്ട് ഗമ്മ് ഫോർം ചെയ്യും. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി ഓക്സിഡൻസ് ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് അമൈൻസ് ആണ്. ഫോർത്ത് വൺ ഡിറ്റർജൻറ്റ് ടു പ്രിവെൻറ്റ് ഡെപ്പോസിറ്റ് ഇൻ കാർബറേറ്റർ ആൻഡ് മാനിഫോൾഡ്. ഡിറ്റർജൻറ്റ് ഒരു ക്ലീനിങ് ഏജൻ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. ബൈ ഡിഫോൾട്ടായിട്ട് ഗ്യാസോലിനിൽ ക്ലീനിങ് ഏജൻ്റ് ഒന്നുമില്ല. ആ സമയത്ത് ഉപയോഗിക്കുന്ന ക്ലീനിങ് ഏജൻ്റാണ് ഡിറ്റർജൻസ്. ആ ഡിറ്റർജൻസ് ആഡ് ചെയ്താൽ ഫ്യൂവൽ ലൈനിലെ ഡെപ്പോസിറ്റ്സ് ഒക്കെ അത് റിമൂവ് ചെയ്ത് കളയും. അതിനാണ് ഡിറ്റർജൻസ് ഉപയോഗിക്കുന്നത്. ആൽക്കൈൽ അമൈൻ ഫോസ്ഫേറ്റ് ആണ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ്. ഫിഫ്ത്ത് വൺ ലൂബ്രിക്കൻസ് ഉപയോഗിക്കുന്നത് എന്താ? ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ലൂബ്രിക്കൻസ് അപ്പർ സിലിണ്ടർ റീജിയൺ എന്ത് ചെയ്യും? ഫ്യൂവലിൽ മിക്സ് ചെയ്താൽ അപ്പർ സിലിണ്ടർ റീജിയണിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിന് മെയിനായിട്ട് ലൈറ്റ് മിനറൽ ഓയിൽസാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ആൻറ്റി റസ്റ്റ് ഏജൻറ്റ്സ്. അത് റസ്റ്റ് ഫോർമേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂവലിൻ്റെ ഒപ്പം മിക്സ് ചെയ്യുന്നതാണ് ആൻറ്റി റസ്റ്റ് ഏജൻറ്റ്സ്. അത് ഫാറ്റി ആസിഡ് അമൈൻസ് അല്ലെങ്കിൽ ആൽക്കൈൽ ഫോസ്ഫേറ്റ്സ് ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്തത് ലാസ്റ്റ് വൺ ആൻറ്റി ഐസിങ് ഏജൻറ്റ്സ്. മീൻസ് ഫ്രീസ് ചെയ്യാൻ വേണ്ടി പാടില്ല ഫ്യൂവൽ ഫ്രീസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്നതാണ്
ആൻറ്റി ഐസിങ് ഏജൻസ് എന്ന് പറയുന്നത്. ഇപ്പം ലോ ടെമ്പറേച്ചർ കണ്ടീഷനിലൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഫ്യൂവൽ ഫ്രീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി ഐസിങ് ഏജൻസ് ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മീഥൈൽ ആൽക്കഹോളും ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾസുമാണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഗ്യാസോലിനിൽ ഉപയോഗിക്കുന്ന അഡിറ്റീവ്സ്.